നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അണികൾ പഴയ അണികളല്ല, അടിമകളുമല്ല. ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും രൂക്ഷ വിമർശനം. കനത്ത പരാജയത്തിലേക്ക് പാർട്ടിയെ തള്ളിവിട്ടത് പിണറായി വിജയൻ്റെ ഏകാധിപത്യ ശൈലി. എന്നാൽ അതിലപ്പുറം ഇപ്പോൾ വിമർശനങ്ങൾ ഉയർത്തുകയാണ് പാർട്ടി അണികൾ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സംസ്ഥാന കമ്മിറ്റി യോഗം. സംസ്ഥാന കമ്മിറ്റി യോഗത്തെ നിയന്ത്രിക്കാൻ MV ഗോവിന്ദന് കഴിഞ്ഞു. പഴയ പിണറായി ഭക്തരൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവായി പിന്നെയും അവർ പിണറായി വിജയൻ്റെ പേര് മുന്നോട്ട് വച്ചു. ഇതിനിടയിൽ ബുദ്ധിപൂർവം CPM ജനറൽ സെക്രട്ടറി MA ബേബി ഒരു തീ കൊളുത്തി. പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ സ്വതന്ത്രമായി നിർഭയമായി അഭിപ്രായ പ്രകടനം നടത്തണമെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ആഹ്വാനം ചെയ്തത്. ഇതിനെ അട്ടിമറിക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു 34 ചോദ്യ പദ്ധതി ആവിഷ്കരിച്ചു. കീഴ്ഘടകങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യുമ്പോൾ ഈ 34 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്നാണ് MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടത്. 34 ചോദ്യങ്ങളും പിണറായി വിജയനെ രക്ഷിക്കുന്ന തലത്തിൽ. എന്നാൽ ചോദ്യപേപ്പറൊക്കെ മടക്കി അങ്ങ് വെച്ചേരെ, ഞങ്ങൾക്ക് പറയാനുള്ളത് പറയും എന്നാണിപ്പോൾ ഏരിയ കമ്മിറ്റികളുടെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിണറായി വിജയനെതിരെ അണികളും പ്രാദേശിക നേതാക്കളും പൊട്ടിത്തെറിക്കുന്നു. ജില്ലാ കമ്മിറ്റി ചർച്ചകളിലും ഒരുവിധം പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. മണ്ഡലം കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും പിണറായിക്കെതിരെ തിരിഞ്ഞതോടെ വല്ലാത്ത അവസ്ഥയിലാണിപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ അയോഗ്യനാണെന്നും പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് മാതൃകയാവണമെന്നും ആവശ്യപ്പെടുകയാണിപ്പോൾ പാർട്ടിയുടെ പാറശാല ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് S അജയകുമാർ. കഴിഞ്ഞ ദിവസം നടന്ന പാറശാല ഏരിയ കമ്മിറ്റി യോഗത്തിലെ റിപ്പോർട്ടിങ്ങിനിടയിലാണ് അജയകുമാർ പൊട്ടിത്തെറിച്ചത്. പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ പല ഏരിയ കമ്മിറ്റികളിലും ഇത്തരം സഖാക്കൾ തലപൊക്കി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനം. പിണറായി വിജയന്റെ രാഷ്ട്രീയ ഒടുക്കമാണ് ഇപ്പോൾ പാർട്ടി അണികൾ ആവശ്യപ്പെടുന്നത്. പിണറായി മാറി നിന്ന് പാർട്ടിയെ രക്ഷിക്കണമെന്ന് പ്രാദേശിക നേതാക്കൾ കൂട്ടത്തോടെ ആവശ്യപ്പെടുന്ന കാഴ്ച. പിണറായി MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാറശാല CPM ഏരിയ സെക്രട്ടറി ആവശ്യപ്പെട്ടത് ഏരിയ കമ്മിറ്റി റിപ്പോർട്ടിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പാറശാല ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് S അജയകുമാർ ഇത്തരമൊരു രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ മറുവശത്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സമാനമായ ആവശ്യങ്ങൾ ഉയരുന്നു. മറ്റൊരു തമാശ കൂടിയുണ്ട്. പിണറായി വിജയനെ കാരണഭൂതനാക്കിയുള്ള പാട്ട് പുറത്തിറക്കിയ സമയത്ത് സംഘാടക സമിതി ചെയർമാൻ കൂടിയായിരുന്നു അജയകുമാർ. പിണറായി വിജയനെ കാരണഭൂതനെന്ന് വാഴ്ത്തിയ ഏരിയ കമ്മിറ്റി പോലും പിണറായി വിജയനെതിരെ പരസ്യ വിമർശനം ഉയർത്തിയിരിക്കുന്നു. പിണറായി വിജയന്റെ ധാർഷ്ട്യവും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ശരീരഭാഷയുമാണ് കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി പാറശാല ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന വികാരം. സർക്കാരിന്റെ നയങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെടാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. പകരം സർക്കാർ പാർട്ടിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന സാഹചര്യമായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ശരീരഭാഷയും മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന ശൈലിയും ശരിയായില്ല എന്ന വിമർശനങ്ങൾ ഉയർന്നു. വെള്ളറടയിൽ ഒരു യോഗത്തിനിടെ പിണറായിക്കൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിച്ച യുവതിയോട് അദ്ദേഹം കാണിച്ച സമീപനം ശരിയായില്ല എന്ന് പഞ്ചായത്ത് അംഗം VS ബിനു വിമർശിച്ചു. പിണറായിയുടെ പ്രസംഗത്തിനിടെ പ്രതികരിച്ചയാളോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞത് മോശമായി. CPM തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റി അക്ഷരാർത്ഥത്തിൽ പിണറായിയെ ഞെട്ടിക്കുന്നു. പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെച്ച് KK ശൈലജയെ അവിടെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കണമെന്നാണ് തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന വികാരം. P ജയരാജൻ അനുകൂലമായി പാട്ട് വന്നപ്പോൾ എതിർത്ത നേതൃത്വം പിണറായി വിജയനു വേണ്ടി പാട്ടുണ്ടാക്കിയപ്പോൾ മൗനം പാലിച്ചു. P ജയരാജനെ നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്നും തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. മന്ത്രിയായിരുന്നപ്പോൾ VN വാസവൻ സാധാരണക്കാരിൽ നിന്നകന്നു. മുതലാളിമാർ, സമുദായ നേതാക്കൾ തുടങ്ങിയവരുമായി മാത്രം ബന്ധം പുലർത്തി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, PB അംഗം A വിജയരാഘവൻ തുടങ്ങിയവർക്കെതിരെയും കനത്ത വിമർശനങ്ങൾ. യുവജനങ്ങൾക്ക് വേണ്ടി ഈ പാർട്ടി എന്തു ചെയ്തു എന്ന് തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിൽ അംഗങ്ങൾ ചോദിച്ചു. പാർട്ടി ഈ നിലയിൽ മുന്നോട്ട് പോയാൽ സമരം ചെയ്യാനും പോലീസിന്റെ അടികൊള്ളാനും ഞങ്ങളെ കിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. വിമർശനം രൂക്ഷമായപ്പോൾ ഉദയഭാനു ഇടപെട്ടു. എന്നാൽ പറയാനുള്ളത് പറഞ്ഞിട്ട് തങ്ങൾ പോകൂ എന്നായി അംഗങ്ങൾ. സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾ പറയാനുള്ളത് പറയാതെ വന്നതാണ് തോൽവിയുടെ കാരണമെന്നും പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ തുറന്നടിച്ചു. ഇതിനിടയിൽ തിരുവമ്പാടി ഏരിയ കമ്മിറ്റി യോഗത്തിൽ മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ. മുഹമ്മദ് റിയാസിനെതിരെ ആരോപണമുന്നയിച്ച
പാർട്ടിയുടെ പ്രാദേശിക നേതാവിനെതിരെ നടപടിയെടുക്കുമെന്ന ഭീഷണിയും അവിടെ ഉയർന്നു. ഏരിയ കമ്മിറ്റി യോഗത്തിൽ മുഹമ്മദ് റിയാസാണ് പരാജയ കാരണമെന്ന് ചില അംഗങ്ങൾ പറഞ്ഞപ്പോഴായിരുന്നു ഈ ഭീഷണി. സംസ്ഥാന സമിതി അംഗം ചന്ദ്രനായിരുന്നു ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത്. മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം ഉന്നയിച്ച അംഗങ്ങൾ അതിനുള്ള തെളിവ് നൽകിയില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്നായിരുന്നു ചന്ദ്രന്റെ ഭീഷണി. നിങ്ങൾ എന്ത് നടപടിയെടുക്കും എന്ന് ചോദിച്ചുകൊണ്ട് അംഗങ്ങൾ ചാടി എഴുന്നേറ്റു. നടപടിയെടുത്ത് നിങ്ങൾ തന്നെ വീട്ടിലിരിക്കും, ഞങ്ങൾക്ക് എന്താണ് എന്നായിരുന്നു അംഗങ്ങളുടെ വിമർശനം. തുറന്ന വിമർശനമാകാം എന്ന് CPM സംസ്ഥാന നേതൃത്വം ആവർത്തിച്ചു പറയുന്നതിനിടയിലാണ് ഇപ്പോൾ വിമർശനമുന്നയിച്ച ആൾക്കെതിരെ ഭീഷണി മുഴക്കിയത്. നിങ്ങൾ എന്ത് നടപടി വേണമെങ്കിലും എടുത്തോ, കൂടി വന്നാൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്നാണ് അംഗങ്ങൾ പ്രതികരിച്ചത്. ഇതോടെ ചന്ദ്രൻ മുട്ടുമടക്കി. അണികളായ അണികളൊക്കെ തലപൊക്കിയിരിക്കുന്നു. ഇനി നടപടിയുടെ പേര് പറഞ്ഞ് അവരെ ഭയപ്പെടുത്താൻ കഴിയില്ല. നടപടി അങ്ങ് എടുത്തോ എന്ന് അംഗങ്ങൾ പറഞ്ഞാൽ പാർട്ടി ചുറ്റിക്കെട്ടിപ്പോകും. ഒരേ ഒരു പ്രശ്നം പിണറായി വിജയൻ മാത്രമാണ്. പിണറായി മാറി നിൽക്കണം എന്ന് പാർട്ടി ഏരിയ കമ്മിറ്റികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് പ്രതിപക്ഷ സ്ഥാനത്ത് ഇങ്ങനെ വലിഞ്ഞു തൂങ്ങിക്കിടക്കുന്നത്? MV ഗോവിന്ദൻ ഇപ്പോഴും പിണറായിയുടെ ഏറാം മൂളിയായി നടക്കുന്നു. പാറശാല ഏരിയ കമ്മിറ്റി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് തൊടുത്തത്. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായിക്ക്. പാർട്ടി കോട്ടയിൽ പിണറായി 6 റൗണ്ട് പിന്നിൽ പോയി. പ്രതിപക്ഷ നേതാവാകാൻ പിണറായി അയോഗ്യൻ. MLA സ്ഥാനം രാജിവെച്ച് മാന്യത കാട്ടണം. പിണറായി പ്രകീർത്തിച്ച് കാരണഭൂത പാട്ടുപാടിയ വ്യക്തി തന്നെ പിണറായി എടുത്ത് പാതാളക്കുഴിയിലിട്ടു. കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് പാറശാലയിലെ തിരുവാതിരകളി. കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ അന്ന് കാറ്റിൽ പറത്തി CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ഈ മെഗാ തിരുവാതിരകളി. അന്ന് തിരുവാതിരയ്ക്ക് നേതൃത്വം കൊടുത്തയാൾ ഇന്ന് പിണറായിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പിണറായി വിജയനെ പ്രകീർത്തിച്ച് സ്തുതിഗീതങ്ങൾ പാടി 502 പേരെ പങ്കെടുപ്പിച്ച് നടത്തിയ മെഗാ തിരുവാതിര, അതിന്റെ സംഘാടകൻ തന്നെ പിണറായി എടുത്ത് കുഴിയിലിടുമ്പോൾ ഇതൊക്കെ കണ്ട് ചിരിക്കുകയാണ് കേരളം. കോവിഡ് ഒമിക്രോൺ വ്യാപനം കുത്തനെ ഉയരുന്ന സമയത്തായിരുന്നു ഇത്തരമൊരു മെഗാ തിരുവാതിരകളി. ഒപ്പമുണ്ടായിരുന്ന സഖാവിന്റെ മകൾ മരിച്ച ദുഃഖം പോലും പറന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാറശാല ഏരിയ കമ്മിറ്റി നടത്തിയ മെഗാ തിരുവാതിര. ഒടുവിൽ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം കണ്ടാലറിയാവുന്ന 550 പേർക്കെതിരെ പാറശാല പോലീസ് കേസെടുക്കുന്നതിലേക്ക് വരെ ഈ സംഭവങ്ങൾ നീണ്ടു. ഒരിക്കൽ പിണറായിയെ ദൈവതുല്യനായി കണ്ട പാർട്ടി അണികൾ ഇന്ന് പിണറായി തങ്ങളുടെ പാർട്ടിയുടെ അന്തകനാണ് എന്ന് ഉറക്കെ പറയുന്നു. പിണറായി വിജയൻ ഇപ്പോൾ നേരിടുന്നത് പാർട്ടിയുടെ ജനകീയ കോടതിയിലെ വിചാരണയാണ്. ഈ വിചാരണയ്ക്കപ്പുറം പിണറായിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യം ശ്രദ്ധേയം. പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെട്ടു, പാർട്ടി കോട്ടകൾ നിലംപൊത്തി. എന്നിട്ടും MV ഗോവിന്ദനും പിണറായി വിജയനും ഒരു ചുക്കുമില്ല. എല്ലാം അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ എന്നാണ് അവരുടെ ഭാവം. അവരോടെ ഈ പാർട്ടിയും തീരും എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ അണികൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ അതിശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്നു. ഇതിനെ അതിജീവിക്കാൻ എങ്ങനെ പാർട്ടി നേതൃത്വത്തിന് കഴിയും? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.